ഇന്ത്യൻ സിനിമയിലെ തന്നെ അതുല്യനായ ഇതിഹാസ നായകനാണ് മമ്മൂട്ടി. തലമുറകളെ പ്രചോദിപ്പിച്ച താരം എന്ന വിളിപ്പേര് സ്വന്തമായുള്ള അദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി സിനിമാ ഇൻഡസ്ട്രിയിൽ തന്റെ പ്രഭ മങ്ങാതെ മുന്നോട്ടു പോവുകയാണ്. അടുത്ത കാലത്തായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം പൂർണ്ണ മുക്തനായി വന്നിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മഹാപ്രതിഭ. സിനിമയിൽ വീണ്ടും സജീവമായി വരികയാണ് മമ്മൂട്ടി. അതിനിടയിൽ ഇതാ മമ്മൂട്ടിയുടെ ആദ്യകാല സിനിമാ കഥകൾ വൈറലാവുകയാണ്. സിനിമയിലെ അറിയപ്പെടുന്ന നിർമ്മാതാവാണ് VBK മേനോൻ. മമ്മൂട്ടിയുമായി ആദ്യം സഹകരിച്ചതിന്റെ ഓർമ്മകൾ പ്രമുഖ സംവിധായകൻ ജയരാജുമായി വെള്ളിത്തിര ചാനലിൽ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ഈ അഭിമുഖത്തിലെ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. VBK മേനോന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന മമ്മൂട്ടിയുടെ ആദ്യ ചിത്രത്തിൽ അന്ന് ആ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു, ഞാൻ പറയുകയും ചെയ്തിരുന്നു, ഇയാൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. വളരെ മെലിഞ്ഞ് വെള്ളമടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടേത്. സുകുമാരനെ അടിക്കുന്നൊരു സീനായിരുന്നു. അന്ന് മമ്മൂക്കയ്ക്ക് പണം കൊടുത്തത് ഞാൻ ആയിരുന്നില്ല, എൻ്റെ മരുമകൻ സച്ചിദാനന്ദനായിരുന്നു പ്രൊഡക്ഷൻ മാനേജർ. 75 2 രൂപ നോട്ടുകളായിരുന്നു കൊടുത്തത്. എന്ന് വെച്ചാൽ ആകെ 150 രൂപ. അത് പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആദ്യം കിട്ടിയത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അന്നൊരു പുതുമുഖത്തിന് കിട്ടാവുന്ന പണം അത്രയുമാണ്. സുകുമാരന് അന്നത്തെ പ്രതിഫലം എത്രയാണ് എന്നറിയാമോ? 40,000 രൂപ. അന്ന് ആ ചിത്രത്തിൽ ജയഭാരതിയായിരുന്നു നായികയായി അഭിനയിക്കേണ്ടിയിരുന്നത്. അതിനിടയിൽ അവർ സത്താറുമായി പ്രണയത്തിലകപ്പെടുകയും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അത് സംബന്ധിച്ചുണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് അവർക്ക് 10,000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തതാണ്. ആ പണം പോയി. പിന്നെ ആരാണെന്ന് വെച്ചാൽ തപ്പിയെടുക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ശ്രീവിദ്യ ഈ സിനിമയിലേക്ക് വരുന്നത്. അന്ന് അവർ വളരെ തിരക്കിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു. എങ്കിലും അവർ ഡേറ്റ് തന്നു. അവർ വന്ന് അഭിനയിച്ചു. ഗംഭീര പ്രകടനം. വിൽക്കാനോട് സ്വപ്നങ്ങൾ എന്ന ആ സിനിമ കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. നല്ല സിനിമ എന്ന ഒരു ഇമേജ് മാത്രമുണ്ടായി. അവാർഡുകൾ കിട്ടാൻ വേണ്ടി ആ സിനിമ ഞാൻ എവിടെയും അയച്ചിരുന്നുമില്ല. അന്ന് അങ്ങനെ അയച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയേനെ. അതിനകത്ത് പിന്നെ ഒരു ട്രാജഡിയും ഉണ്ടായി. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആസാദ് ആത്മഹത്യ ചെയ്തു എന്ന വിവരമാണ് കിട്ടിയത്. പടം തീരുന്നതിന് മുമ്പായിരുന്നു അത്. അവരുടെ കുടുംബത്തിൽ സഹോദരിയുടെ കല്യാണമോ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ആ ആത്മഹത്യ എന്നാണ് മനസ്സിലായത്. കൃത്യമായ വിവരം ഇപ്പോഴും അറിയില്ല. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നില്ല. മമ്മൂട്ടിയുടെ ഭാഗം ഉൾപ്പെടെ ഷൂട്ട് ചെയ്തത് തിരക്കഥാകൃത്തായ MT വാസുദേവൻ നായരായിരുന്നു. കേരളത്തിലുള്ള ഷൂട്ടിങ്ങിന്റെ 90% വാസുവേട്ടൻ തന്നെയാണ് ചെയ്തത്. പേര് ആസാദിന്റെ തന്നെയായിരുന്നു ആ ചിത്രത്തിൽ വെച്ചത്. ഏതായാലും മമ്മൂട്ടിയുടെ ആദ്യ പ്രതിഫലം 150 രൂപ ആയിരുന്നു എന്ന വിവരം അധികമാർക്കും അറിയാത്ത കാര്യമാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമ ഒരുപക്ഷെ ഇന്ന് വീണ്ടും റിലീസ് ചെയ്തിരുന്നു എങ്കിൽ ഹിറ്റാകും എന്നുറപ്പ്. കഥയും ചിത്രീകരണവും താരങ്ങളുടെ പെർഫോമൻസും എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ.